നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. KSU പ്രവർത്തകർ പാലക്കാട് കലക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തി. നിയമനിർമ്മാണ സഭ തല്ലിപ്പൊളിച്ചവരെ വിദ്യാഭ്യാസ മന്ത്രിയാക്കിയാൽ അപജയമല്ലാതെ മറ്റൊന്നും വിദ്യാഭ്യാസ മേഖലയിൽ പ്രതീക്ഷിക്കേണ്ടെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജിൻഷാദ് ജിന്നാസ്. +1 സീറ്റ് വർദ്ധിപ്പിക്കാത്ത സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് KSU കലക്ട്രേറ്റിലേക്ക് നടത്തിയ മാർച്ച് ജിൻഷാദ് ജിനാസ് ഉദ്ഘാടനം ചെയ്തു. 1ഉം 2ഉം അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ടും 10ാം തരം വിജയിച്ച പകുതിയോളം വിദ്യാർത്ഥികൾക്ക് +1 സീറ്റ് ലഭിക്കാത്ത അവസ്ഥയാണ്. രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ അനാവശ്യമായി വിജയ ശതമാനം ഉയർത്തിയതാണ് പ്രതിസന്ധിക്ക് കാരണം. 48,000 വിദ്യാർത്ഥികൾ വിജയിച്ച പാലക്കാട് 10,000-ഓളം വിദ്യാർത്ഥികൾക്ക് സീറ്റ് ലഭിക്കാത്ത അവസ്ഥയാണ്. പഠിച്ച് വിജയിച്ച വിദ്യാർത്ഥികൾക്ക് സീറ്റ് ലഭിക്കാതെ വരുമ്പോൾ വിദ്യാർത്ഥിക്കും രക്ഷിതാക്കൾക്കും ഉണ്ടാകുന്ന ആശങ്ക സർക്കാർ കാണുന്നില്ല. ശാസ്ത്രീയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാതെ മണ്ടൻ തീരുമാനങ്ങളാണ് സർക്കാർ നടപ്പിലാക്കുന്നതെന്നും ജിൻഷാദ് ജിനാസ് പറഞ്ഞു. സമരക്കാരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചതും യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അജയ് ഘോഷിനെ അറസ്റ്റ് ചെയ്തത് നീക്കാൻ ശ്രമിച്ചതും ചെറിയ തോതിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷത്തിന് ഇടയാക്കി. പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് പ്രവർത്തകർ റോട്ടിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ജില്ലാ പ്രസിഡന്റ് നിഖിൽ കണ്ണാടി അധ്യക്ഷത വഹിച്ചു. യൂണിവേഴ്സിറ്റി ചെയർപേഴ്സൺ നിതിൻ ഫാത്തിമ, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജയഘോഷ്, വിനോദ് ചെറാട്, അജാസ് കുഴൽമന്നം, ഗൗജ വിജയൻ, സ്മിത, വിപിൻ ഗൗതം, ജിതേഷ്, PT അജ്മൽ, ദിലീപ് നെല്ലിയാമ്പതി, ഡിജു എന്നിവർ സംസാരിച്ചു. മറ്റൊന്നും ഇല്ലാതല്ല, മറ്റേതും ഇതുപോലെയാവില്ല. ടോപ്പ് ഇൻ ടൗൺ പാലക്കാട് സന്ദർശിക്കുക. ടോപ്പ് ഇൻ ടൗൺ. കൊല്ലങ്കോട് 270 ലിറ്റർ സ്പിരിറ്റ് എക്സൈസ് പിടികൂടി. കൊല്ലങ്കോട് എക്സൈസ് സംഘം 270 ലിറ്റർ സ്പിരിറ്റ് പിടികൂടി. ബുധനാഴ്ച രാവിലെ 11:30 ചിറ്റൂർ താലൂക്ക് ചമ്മണാമ്പതി A1 കോറിയുടെ സമീപം പുളിയങ്കണ്ടി മലയാടിവാരം റോഡിൽ നിന്നും ഉദ്ദേശം 200 മീറ്റർ കഴിഞ്ഞ് റോഡിൽ നിന്നും 10 അടി താഴ്ചയിൽ തെന്മലയുടെ താഴ്വരയിലുള്ള വെള്ളച്ചാലിൽ നിന്നാണ് ഇവ കണ്ടെടുത്തത്. മണ്ണിനടിയിൽ 4 അടി ആഴത്തിൽ കുഴിച്ചിട്ട നിലയിലായിരുന്നു കന്നാസുകൾ. 35 ലിറ്റർ വീതമുള്ള 9 കന്നാസുകളിലായി സൂക്ഷിച്ച 270 ലിറ്റർ സ്പിരിറ്റാണ് കൊല്ലങ്കോട് എക്സൈസ് റേഞ്ച് ഓഫീസിലെ എക്സൈസ് ഇൻസ്പെക്ടർ K മണികണ്ഠനും പാർട്ടിയും ചേർന്ന് കണ്ടുപിടിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു അബ്കാരി കേസ് കൊല്ലങ്കോട് എക്സൈസ് റേഞ്ചിൽ രജിസ്റ്റർ ചെയ്തു. അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വായന തന്നെ ലഹരി, മദ്യരാസലഹരി അരുത് എന്ന സന്ദേശ പ്രചരണവുമായി കേരള മദ്യനിരോധന സമിതി. ദേശീയ വായനാ ദിനാചരണത്തിൻ്റെയും മദ്യലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെയും ഭാഗമായി കേരള മദ്യനിരോധന സമിതി പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വായന തന്നെ ലഹരി, മദ്യരാസലഹരി അരുത് സന്ദേശ പ്രചരണങ്ങൾക്ക് പാലക്കാട് പബ്ലിക് ലൈബ്രറിയിലെ വായനാ ദിനാചരണ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ജില്ലാ സമ്മേളനത്തിന് തുടക്കമായി. വായനയുടെ മഹത്വം ഉദ്ഘോഷിച്ചുകൊണ്ടും നന്മയുടെ വായനയിലൂടെ ലഹരി എന്ന തിന്മയെ തുരത്താനുള്ള യജ്ഞം, വായനാ വാരം, വായന പക്ഷാചരണം, മാസാചരണം എന്നിവയുടെ ഭാഗമായി തുടരുന്നതിനും ഈ കാലയളവിൽ 300 മുതൽ 3000 വരെ വിദ്യാർത്ഥികളിലേക്കും കൂടാതെ രക്ഷിതാക്കളിലേക്കും ഈ സന്ദേശങ്ങൾ പകർന്നു നൽകുവാനും വായനാ ദിനത്തെ സമ്മേളനത്തിൽ തീരുമാനമായി. ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധാചരണം വിപുലമായി ആഘോഷിക്കുന്നതിനും തീരുമാനിച്ചു. ജില്ലയിലെ പ്രമുഖ ഗാന്ധിയൻ പ്രവർത്തക ലക്ഷ്മി M പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് പബ്ലിക് ലൈബ്രറി സെക്രട്ടറി TS പീറ്റർ, PN പണിക്കർ അനുസ്മരണ പ്രഭാഷണവും പ്രമുഖ സൈക്കോളജിക്കൽ കൗൺസിലർ ഡോക്ടർ AK ഹരിദാസ് വായന ലഹരിയുടെ ലഹരി മുക്തി എന്ന വിഷയത്തിലും പ്രഭാഷണം നടത്തി. കേരള മദ്യനിരോധന സമിതി ജില്ലാ പ്രസിഡന്റ് അക്ബർ ബാദുഷ H അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി PV സഹദേവൻ, ജില്ലാ ട്രഷറർ TN ചന്ദ്രൻ, വിമുക്തി ജില്ലാ കമ്മിറ്റി അംഗം K ഖാദർ മൊയ്തീൻ, സാമൂഹ്യ പ്രവർത്തകൻ C വേലായുധൻ കൊട്ടേക്കാട്, സൗഹൃദം ദേശീയവേദി സെക്രട്ടറി ശ്രീജിത്ത് തച്ചങ്കാട്, കേരള മദ്യനിരോധന സമിതി ജില്ലാ വനിതാ ഫോറം കൺവീനർ ഫാത്തിമ ടീച്ചർ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി K മണികണ്ഠൻ,
പാലക്കാട് പബ്ലിക് ലൈബ്രറിയൻ വി മോഹൻരാജ്, രാമകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. നല്ല തീരുമാനമാണ് ഈ വായനാ ദിനത്തിൽ എടുത്തിരിക്കുന്നതെന്ന് എല്ലാവരും പറഞ്ഞു. ഉത്തമ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ സിന്ദൂരം മാരേജ് ബ്യൂറോ, അയ്യപ്പുരം, പാലക്കാട് 3 സേവനത്തിൻ്റെ 27ാം വർഷം. പാലക്കാട് ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ്, പാലക്കാട് ജില്ലാ പഞ്ചായത്ത്, അതുപോലെ തന്നെ ജില്ലാ സാക്ഷരതാ മിഷൻ, ഗ്രന്ഥശാല സംഘം പാലക്കാട് ജില്ല, അതുപോലെ തന്നെ PN പണിക്കർ ഫൗണ്ടേഷൻ, ഇങ്ങനെ വായനയുമായി ബന്ധപ്പെട്ട് വായന പ്രോത്സാഹിപ്പിക്കുന്ന നമ്മുടെ ജില്ലയിലെ ഈ പ്രസ്ഥാനങ്ങളുടെ എല്ലാ നേതൃത്വത്തിൽ ഔപചാരികമായിട്ടുള്ള വായന ദിന പരിപാടികൾക്ക് നമ്മൾ തുടക്കം കുറിക്കുകയാണ് അറിയപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് അദ്ദേഹം തന്നെയാണ് തുടക്കം കുറിച്ചത്. അപ്പൊ അദ്ദേഹത്തിന് ഇന്ത്യയില് കേരളത്തിലും സാക്ഷരതയിൽ പിന്നോക്കം നിന്നിരുന്നിടത്ത് 1986 60 സ്കൂളുകളിൽ 90 ബാച്ചുകളിലായിട്ടിരുന്ന് 10+1+2 പരീക്ഷകളിലായിട്ട് പറയുന്നതിൽ അറിയിക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കാരണം അന്നത്തെ പ്രവർത്തകരാണ് ഇന്നിപ്പോ നമ്മുടെ അതിൻ്റെതായിട്ടുള്ള എല്ലാ സപ്പോർട്ടും നമുക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നു. നമ്മളുടെ പ്രവർത്തനങ്ങൾക്ക് തുല്യതാ ക്ലാസുകളുമായി ബന്ധപ്പെട്ടോ, പദ്ധതികളുമായി ബന്ധപ്പെട്ടോ, പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടോ എത്രയൊക്കെ സപ്പോർട്ട് നമുക്ക് തരാമോ അതെല്ലാം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഇന്നത്തെ ദിവസം വേറെ ഇത് കഴിഞ്ഞിട്ട് തിരക്കുണ്ട്, 10 മണിക്ക് തുടങ്ങിയാൽ അത് കഴിഞ്ഞിട്ട് വരെ പോകണമെന്ന് പറഞ്ഞു. എന്നിരുന്നാലും കൃത്യം മറ്റൊരു പരിപാടി ഏറ്റെടുക്കാതെ നമ്മൾ പറഞ്ഞപ്പോൾ ഈ പരിപാടിക്ക് കൃത്യസമയത്ത് ഇവിടെ എത്തുകയും നമുക്ക് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട ബിനിമോൾ അവരുടെ പാലക്കാട് ജില്ലാ സാക്ഷരതാ മിഷന് വേണ്ടി, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിന് വേണ്ടി, ജില്ലയിലെ PN പണിക്കർ ഫൗണ്ടേഷൻ, ഗ്രന്ഥശാല സംഘം, ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ പഠിതാക്കളുടെയും പേരിൽ ഈ യോഗത്തിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഈ ചെന്നൈയിലേക്കാണ്ട് ഒരു പക്ഷേ വളരെയധികം കാര്യങ്ങൾ പഠിക്കാൻ അതുമായിട്ട് താല്പര്യമുണ്ട്. ഒപ്പം ഈ ഒരു പരിപാടി ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിനും നമ്മളോട് സംബന്ധിക്കാൻ എത്തിയ ഡോക്ടർ S മോഹനപ്രിയ അവരുടെ നമ്മുടെ എല്ലാവരുടെയും പേരിൽ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ സംഘാടകരുടെയും പേരിൽ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സ്വാഗതത്തിൽ സൂചിപ്പിച്ചു കഴിഞ്ഞു. 10-17 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ എങ്ങനെയായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് കേരളീയ സമൂഹത്തിൽ 1909 കഥയാണല്ലോ പറഞ്ഞത്. ആ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഒരു കൗമാരം വിട്ടുമാറാത്ത ഒരു ചെറുപ്പക്കാരൻ അത്തരം പ്രവർത്തനങ്ങളിലേക്ക് വന്നത് എന്നുള്ളത് കൃത്യമായി ഓർമ്മ പുതുക്കേണ്ടതാണ് എന്നുള്ള അർത്ഥത്തിലാണ് 1996 മുതൽ വായനാ ദിനം നിർബന്ധമായും നമ്മുടെ കേരളത്തിനകത്ത് ഇതേ അർത്ഥത്തിൽ തന്നെ നടപ്പിലാക്കണമെന്ന് തീരുമാനിക്കപ്പെടുന്നത്. അത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിച്ചൊരു മനുഷ്യനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ദിനം അദ്ദേഹത്തിൻ്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തീർച്ചയായിട്ടും ആവശ്യങ്ങളെ മുൻനിർത്തിയാണ് ദിനങ്ങൾ ഉണ്ടാവുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ചോദിച്ചാൽ അത് കുഞ്ഞ് തലമുറയെ തന്നെ നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും വേണം, അത് നമുക്ക് നടപ്പിലാക്കും വേണം. സാക്ഷരതാ പ്രസ്ഥാനത്തിന്റെ ഒരു ചരിത്രം ഇവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞു. വലിയ തോതിലുള്ള മാറ്റത്തിന് ഇതുകൊണ്ട് സാധ്യതയുണ്ടായിട്ടുണ്ട് എന്നാണ് നമ്മൾ ബോധ്യപ്പെട്ടത്. അടുക്കളയ്ക്ക് അപ്പുറത്തേക്ക് നിങ്ങൾ വരണമെന്ന് പറഞ്ഞപ്പോൾ അതിനുള്ള അവസരങ്ങൾ ഒരുക്കി തന്നു. പഠനം അതിനൊരു ശേഷിയാണ്. നിങ്ങൾ പുറത്തേക്ക് വരണം, കുടുംബശ്രീ പ്രസ്ഥാനത്തിലൂടെ നിങ്ങൾ സ്ത്രീകൾ മുന്നോട്ട് വരണം, അല്ലേ? കേരളം അങ്ങനെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളിലും മാതൃക ഉണ്ടാക്കിയെടുത്തതാണ്. പാഠമായി ആഗ്രഹിച്ചുകൊണ്ട് ഈ പരിപാടി ഏറെ സന്തോഷത്തോടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാനായി ശ്രമിക്കുന്നു. C.K. Chamani and Library Council Executive Member T.K. Narayan sir, State Literacy Mission Member. First thing, reading. വായിക്കുമ്പോൾ
it opens up your world. நீங்கள் ஒரு வேர்ல்டுக்குள்ளே நீங்கள் இருக்கும். இப்போ நீங்கள் உங்களுடைய ஆக்குபேஷன் ஒர்க்குக்கு போகும், உங்களுடைய வீட்டுக்கு போகும், அது ஒரு ചെറിയ ഒരു വേൾഡാണ്. ബട്ട് യു വാണ്ട് ടു നോ വാട്ട് ഈസ് ഹാപ്പനിങ് അതർ ദാൻ യുവർ വേൾഡ്. ഓക്കെ, നിങ്ങളുടെ സ്റ്റേറ്റുക്ക് പുറത്ത് എന്താ നടക്കും, നിങ്ങളുടെ കൺട്രിക്ക് പുറത്ത് എന്താ നടക്കും, ഇതെല്ലാം അറിയാൻ വേണ്ടി യു ഷുഡ്. സാക്ഷരതാ മിഷന്റെ പഠിതാക്കൾ എന്ന് പറയുമ്പോൾ വായിക്കാൻ വീണ്ടും അവസരം കിട്ടിയ ആളുകളാണ്. നമ്മുടെ തിരക്കുകൾക്കിടയിൽ വായനയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഇരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വീണ്ടും വായിക്കാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുകയാണ്. ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ നോട്ട് കൊടുക്കാറില്ല. ഞാൻ സാക്ഷരതാ മിഷന്റെ ക്ലാസ് എടുക്കുന്നുണ്ട്, ബയോളജി ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ നോട്ട് കൊടുക്കാറില്ല. അപ്പോൾ പലപ്പോഴും അവർ നോട്ട് ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ പറയും, നോട്ട് തന്നാൽ ആ നോട്ടിലെ മാത്രമേ പഠിക്കുകയുള്ളൂ. അങ്ങനെ വാസ്തവത്തിൽ വിസ്മയം പോലെ ലഭിച്ച നിമിഷങ്ങളെ അർത്ഥം കൊടുത്ത് പൊലിപ്പിച്ചെടുത്ത ആളുകളാണ് ഇന്ന് ഈ ചടങ്ങിൻ്റെ ഭാഗമാകുന്ന നിങ്ങളെല്ലാവരും. പ്രതീക്ഷിക്കാത്ത ധാരാളം പ്രതിസന്ധികളെ നേരിടാൻ നമുക്ക് വലിയ ധൈര്യം തന്നിട്ടുള്ളത് ഏതൊക്കെയോ കാലത്ത് നമ്മൾ വായിച്ച് നേടിയിട്ടുള്ള അറിവുകൾ തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ വായനയിലൂടെയും ഡിജിറ്റൽ വായനയിലൂടെയും വായിച്ചു വളർന്ന ഭാരതത്തിൻ്റെ അഖണ്ഡതയും പങ്കുചേരും. തീവ്രവാദത്തിനും മതമൗലികവാദത്തിനുമെതിരെ പ്രതികരിക്കുകയും മദ്യം, മയക്കുമരുന്ന്, സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തുടങ്ങിയവയ്ക്കെതിരെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. കഴിയുന്ന വിധം ശ്രമിക്കും. ഭാരതത്തിലെ നിയമവ്യവസ്ഥകൾ ശരിയാവണ്ണം പാലിക്കുകയും ശാന്തിയും സമാധാനവും സുരക്ഷിതത്വവുമുള്ള അന്തരീക്ഷം നിലനിർത്താൻ